മോദി 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 കൈയടിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ജനത മുഴുവൻ, അത് കുട്ടികളടക്കം, നരേന്ദ്രമോദിയെ വരവേറ്റത് എന്നുള്ളതാണ്. നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനം കൊണ്ട നിമിഷങ്ങളാണ് ഇസ്രായേലിൽ കണ്ടുപോയത്. ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും, പ്രത്യേകിച്ച് കേരള മാധ്യമങ്ങളൊന്നും അത് വാർത്തയാക്കിയില്ല. തുമ്മിയാൽ വരെ പല കാര്യങ്ങളും വാർത്തയാക്കുന്ന മലയാള മാധ്യമങ്ങൾ അതൊന്നും കണ്ടെന്ന് പോലും നടിച്ചില്ല. പക്ഷേ ലോകം മുഴുവൻ അത് ശ്രദ്ധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുട്ടികൾ സെൽഫി എടുക്കുന്നു, കുട്ടികൾ അടുത്ത് വന്ന് നിൽക്കുന്നു, ചേർന്ന് നിൽക്കുന്നു. ഇസ്രായേൽ പാർലമെന്റിന്റെ അംഗങ്ങൾ മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു. പണ്ട് ഞാൻ ഇന്നലെ കണ്ട ഒരു പോസ്റ്റാണ്. പണ്ട് നരേന്ദ്രമോദിക്ക് US വിസ നിഷേധിച്ച സമയത്ത് അന്ന് മോദിക്ക് US വിസ, അന്ന് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി പോലും ആയിട്ടില്ല. അതിനു മുൻപ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ട് അന്ന് പ്രധാനമന്ത്രിയായി മോദിയെ പരിഗണിച്ചിട്ട് പോലും ഇല്ലാതിരുന്ന സമയത്താണ് US വിസ നിഷേധിക്കപ്പെട്ട. അന്ന് മോദിക്ക് വിസ നൽകണ്ട എന്ന് പറഞ്ഞ് വാദിച്ച പലരും ഇന്നലെ ഇസ്രായേലിൽ ചടങ്ങിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മളൊരു അഭിമാനം എത്രത്തോളം ഉയർന്നു എന്നുള്ളതാണ്. അപ്പൊ അത്രത്തോളം നരേന്ദ്രമോദി ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ച് ലോകം മുഴുവൻ നിൽക്കുകയാണ്. പല നയതന്ത്രപരമായ അല്ലെങ്കിൽ പ്രതിരോധ രംഗത്ത് പല കരാറുകൾ നമ്മൾ ഇസ്രായേലുമായി, വ്യാപാര കരാറുകൾ അടക്കം പല വ്യാപാര കരാറുകളും നമ്മൾ ഒപ്പിട്ടിട്ടുണ്ട്. പലതുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. എങ്കിലും മോദിയുടെ ഈ ഒരു ലോക രാജ്യങ്ങൾ മുഴുവൻ മോദി എത്തുമ്പോൾ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിൽ ഇപ്പോൾ ഇസ്രായേലിയൻ ബഹുമതി മോദിക്ക് കിട്ടി. എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം? ഒരുപാട് വിമർശനങ്ങൾ ഏറ്റ ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ പലർക്കും അഭിമതനാകുമ്പോഴും ലോക രാജ്യങ്ങളിൽ മോദി പ്രിയങ്കരനാവുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഇതിനകത്ത് ജിയോ പൊളിറ്റിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല, മോദി ഇസ്രായേൽ ചെല്ലേണ്ടത് ആയിട്ടുള്ള ആവശ്യം ഇസ്രായേലിനുണ്ട്. അതായത് നമ്മൾ പറയുമ്പം ഇവിടുന്ന് മോദി വണ്ടിയെ കയറുമ്പോൾ തൊട്ട് നെതന്യാഹു വേണമെങ്കിൽ ആ വണ്ടി തകർത്ത് അവിടെ നിൽക്കുന്ന രീതിയിലേക്കുള്ളൊരു മാനസികാവസ്ഥയായിരുന്നു പറഞ്ഞത്. നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ജിയോ പൊളിറ്റിക്സ്. അമേരിക്ക മാത്രമാണ് കൂടുതലും വിഷയമെന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ വിഷയം തന്നെ, ഹമാസുമായിട്ടുള്ള വിഷയം, അല്ലെങ്കിൽ ഇപ്പോൾ ഇറാനുമായിട്ടുള്ള പ്രതിസന്ധി, അതിനകത്തൊക്കെ ഇറാൻ്റെ വിഷയത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ജിയോ പൊളിറ്റിക്സിൽ അമേരിക്കയുടെ നിലപാടിനോട് താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഒറ്റ രാജ്യം ഇസ്രായേലല്ലേ ഉള്ളൂ. ഇസ്രായേലിൻ്റെ നിലനിൽപ്പിൻ്റെ വിഷയമാണ്. അപ്പം പല വിഷയങ്ങളും, ഹമാസിൻ്റെ വിഷയത്തിൽ ഫ്രാൻസിൻ്റെ അഭിപ്രായം എന്താണ്, ജർമ്മനിയുടെ അഭിപ്രായം എന്താണ്, യൂറോപ്പിലെ പല രാജ്യങ്ങളുടെ അഭിപ്രായം എന്താണ്, പൂർണ്ണമായിട്ടും ഒരു രാജ്യം, അതായത് ലോക ശക്തികളിലായിട്ടുള്ള ഒരു രാജ്യം അമേരിക്ക മാത്രമേ ഉള്ളൂ ഇസ്രായേലിൻ്റെ കൂടെ. അപ്പം ആ സമയത്ത് ഇപ്പം ഏറ്റവും കൂടുതൽ എപ്പം ഇറാനുമായിട്ടുള്ള യുദ്ധം അമേരിക്ക ആരംഭിക്കും, അല്ലെങ്കിൽ ഏത് സമയം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ, അതിനകത്ത് ആദ്യത്തെ അറ്റാക്ക് വരുന്ന ആരാ? ഇസ്രായേലാണല്ലോ. ആ സമയത്താണ് ഈ ആരും മടിക്കുന്ന ഒരവസ്ഥയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ ചെന്ന് ഇറങ്ങുക. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ഈ പറയുന്ന പോലെ അവരുടെ പാർലമെന്റിലൊന്നും ആരെയും കയറ്റി സംസാരിപ്പിക്കത്തൊന്നുമില്ല. അവരുടെ പാർലമെന്റിൽ കയറി സംസാരിപ്പിച്ചു. മോദി 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 എന്ന് പാർലമെന്റിൽ അവിടുത്തെ പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ എണീറ്റ് കൈയടിക്കുന്ന ഒരവസ്ഥ. നെതന്യാഹുവിന്റെ ഭാര്യ ഓറഞ്ച് കളറിന് കളർ കുറവുണ്ടോ എന്ന് മോദി എടുത്ത് ചോദിക്കുന്ന ഒരു ഫോട്ടോ ലോകത്ത് കിടന്ന് ഇറങ്ങുന്നുണ്ട്. BJPയുടെ അല്ലെങ്കിൽ മോദിയുടെ കളറാണല്ലേ കാവി. അപ്പം ഇതേ രീതിയിലുള്ള ആരാധന, നമ്മൾ പല രീതിയിലുള്ള കരാറുകൾ എല്ലാ മേഖലയിലും ഉള്ള കരാറുകൾ ഒപ്പിടാൻ പോവുകയാണ്. അതായത് ഇപ്പം ജർമ്മനിയുമായിട്ട് നമ്മൾ കപ്പൽ നിർമ്മിക്കുന്നതിന് അല്ലെങ്കിൽ പ്രതിരോധ കരാറുകൾ, യൂറോപ്യൻ യൂണിയനുമായിട്ട് വ്യാപാര കരാറും അല്ലെങ്കിൽ പല രാജ്യങ്ങളുമായിട്ട് പ്രതിരോധ കരാർ, ഫ്രാൻസുമായിട്ടുള്ള ബന്ധം, റഷ്യയുമായിട്ടുള്ള ബന്ധം അറിയാതെ, അമേരിക്കയുമായിട്ട് ശകലം പ്രശ്നമുണ്ടെങ്കിലും ഈ ജിയോ പൊളിറ്റിക്സിൽ ബന്ധത്തിന് കുറവൊന്നുമില്ലല്ലോ. ഇതേ സമയം തന്നെ നമ്മൾ പാലസ്തീനുമായിട്ട് ബന്ധമാണ്. അതായത് ലോകത്ത് എല്ലാ രാജ്യങ്ങളുമായിട്ടും ഇന്ത്യക്ക് ബന്ധമുണ്ട്. ആ ബന്ധത്തിനകത്ത് മറ്റൊരു രാജ്യത്തിന് കുറ്റം ഒക്കാത്ത രീതിയിലേക്കാണ് നമ്മുടെ ബന്ധം. ഇതേ സമയത്ത് നമുക്ക് ഇറാനുമായിട്ടും ബന്ധമല്ലേ. അപ്പം ഈ അവസരത്തിൽ നമ്മൾ പലവട്ടം ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ റഷ്യ സഹായിച്ച പോലെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ വെളിയിൽ പറയാൻ പറ്റത്തൊന്നുമില്ല, മനസ്സിലായല്ലോ. അപ്പോൾ വെളിയിൽ നമ്മൾ പറയുന്നത് ശരിയല്ല. അത് ഏത് പ്രതിസന്ധി സമയമാണെന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. ഇന്ന് കപ്പൽ കണക്കിന് ആയുധം
ഈ ഇസ്രായേലിൽ പോയിട്ടുണ്ട്, അറിയാമല്ലോ, കപ്പൽ കണക്കിന് ആയുധം പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇസ്രായേൽ അതുണ്ടാക്കാൻ ഈ പറയുന്ന കരാറുകൾക്കൊക്കെ വളരെ കാലം മുമ്പേ ഇന്ത്യ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് വലിയൊരു ബന്ധമുണ്ട്. ഇപ്പോൾ ഈ ബന്ധമെന്ന് പറഞ്ഞാൽ വലുതാവാൻ പോവുകയാണ്. കാരണം പല മേഖലയിലും, അതായത് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിന് വലിയൊരു കാര്യമാണ്. അമേരിക്കയ്ക്ക് എന്തിനാ അപ്പം ഇച്ചിരിയുള്ള ഇസ്രായേൽ എന്നൊക്കെ നമ്മൾ ചോദിക്കും. പക്ഷേ അമേരിക്കയുടെ ആയുധ വ്യാപാരത്തിൻ്റെ, ടെക്നോളജിയുടെ, മറ്റ് പല മേഖലയുടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും അതിൻ്റെ തലപ്പത്തിരിക്കുന്നതും അതെല്ലാം ജൂതന്മാരാണ്. അത് ഇസ്രായേലില്ലാതെ അമേരിക്ക ആയുധം നിർമ്മിച്ച അമേരിക്കൻ ആയുധമാണല്ലോ ഇസ്രായേൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ആയുധം നിർമ്മിക്കുന്നതിന് ടെക്നോളജിയും അതിൻ്റെ കക്ഷികളും ആർക്കും അറിയാമെങ്കിൽ അത് ഇസ്രായേലും ജൂതന്മാരുമാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് ഒരിക്കലും ഇസ്രായേലിനെ വിട്ടു നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ, ഇതേപോലെ തന്നെ അമേരിക്കയോട് ചോദിക്കാത്ത ഒരു കാര്യം ചെയ്യാത്താൽ അമേരിക്കയുടെ തിട്ടൂരം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നാളെ കാലത്ത് അമേരിക്കയ്ക്കപ്പുറം ഇന്ത്യയുമായിട്ട് പല കരാറുകളും പല ടെക്നോളജിയും പങ്കുവെക്കാൻ പോവുകയാണ്. പല ആയുധങ്ങൾ ഇവിടെ വെച്ച് നിർമ്മിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ലോകത്ത് അമേരിക്കയെ പോലും മാറ്റി നിർത്തിയിട്ട് നമ്പർ 1 മിത്രമായിട്ട് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു ഇന്ത്യയെ എന്ന്, അല്ലെങ്കിൽ ഈ പോക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആരും മാറ്റി നിർത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ ആരും ഭയപ്പെട്ടിരുന്ന ഈ പറഞ്ഞ സായിപ്പിൻ്റെ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ കണ്ടിട്ടില്ലേ, പലരും പല അഭിപ്രായം പറഞ്ഞില്ലേ പാലസ്തീൻ്റെ വിഷയത്തിൽ. ഇന്ത്യക്കും അഭിപ്രായമുണ്ട് പാലസ്തീൻ്റെ വിഷയത്തിൽ, രണ്ടും രണ്ട് രാജ്യമായിട്ടിരിക്കുന്നത്. പക്ഷേ അവിടെ ചെന്ന് അദ്ദേഹം വേറെ വർത്തമാനം പറഞ്ഞു, ഹമാസിനെ അംഗീകരിക്കുന്ന വിഷയമില്ല, അത് തന്നെ മതി ഇസ്രായേലിൻ്റെ അഭിപ്രായം തന്നെ, ഹമാസിനെ അംഗീകരിക്കുന്ന വിഷയമല്ല പറഞ്ഞു. അപ്പം ഇതാണ് ഇതിനകത്ത് ഒരു ജിയോ പൊളിറ്റിക്സ്. കൈയടിക്കുന്നതിന് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. അവർക്ക് ആവശ്യമായിരുന്നു 140 കോടി ജനം ഉള്ള ഇന്ത്യ മഹാരാജ്യം. ലോകത്ത് ഇപ്പം യുദ്ധം ചെയ്താൽ തോൽപ്പിക്കാൻ പറ്റാത്ത രാജ്യങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടേ ഇരിക്കും. അമേരിക്ക തോൽപ്പിക്കാൻ പറ്റത്തില്ല, റഷ്യ തോൽപ്പിക്കാൻ പറ്റത്തില്ല, ചൈനയെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. തമാശയല്ല, യുദ്ധം ചെയ്യും. അതിനപ്പുറമായിട്ടുണ്ട് ഇന്ത്യയുടെ ആയുധ ബലവും ശക്തിയും. അതിൻ്റെ കൂടെ ഇപ്പം നമ്മൾ ആയുധം മേടിച്ചു കൂട്ടുന്നതിനെ പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലായിടത്തും ഒന്നും മേടിച്ചു. ഇപ്പം അയൺഡോം മേടിക്കുന്നതിനെ പറ്റി, അല്ലെങ്കിൽ അവിടുത്തെ ടെക്നോളജി. ഇന്ത്യ ലോകത്തിൽ ഏറ്റവും വലിയ ആ രാജ്യമാണ് ചെന്നിട്ട് പരസ്യമായിട്ട് ഇസ്രായേല് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവനാണ്. ഇത് ജിയോ പൊളിറ്റിക്സിൽ ഇസ്രായേൽ ഉണ്ടാക്കാൻ പോകുന്ന മൈലേജ്. അതുകൊണ്ടാണ് കെട്ടിപ്പിടിച്ച് റെഡ് കാർപ്പറ്റ് വിരിച്ച് ഏറ്റവും വലിയ ആളായിട്ട് നരേന്ദ്രമോദിയെ അവിടെ കൊണ്ടുപോയത്, അവതരിപ്പിച്ചു. ഇവിടുത്തെ മാധ്യമം ഇന്നലെ അവരുടെ കഴുത്തുളുക്കിയതിൻ്റെ പുറകിലായിരുന്നു. അതേ പറ്റൂ, ചിലർക്ക് അതേ പറ്റൂ. പക്ഷെ ഇതൊന്നും നമ്മളിപ്പോ സൂര്യനെ കാണാതിരിക്കാൻ വേണ്ടി എനിക്ക് കണ്ണടയ്ക്കാവുന്നുള്ളതല്ല, സൂര്യൻ ഉദിക്കാതിരിക്കുവോ, അല്ലെങ്കിൽ വേറെ വല്ല മാർഗമുണ്ട്. അപ്പം അതുകൊണ്ട് അതിനിപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ അവരെന്ത് ചെയ്യാനൊക്കെ, എൻ്റെ പൊന്ന് രാജേന്ദ്ര സാറേ, അവർ ഇച്ചിരി യാപ്പാടിക്കാൻ ഇച്ചിരി പൈസ അവിടുന്ന് മേടിച്ചിട്ടുണ്ട്, അവരവിടെ ജോലി ചെയ്തല്ലേ. നമുക്ക് അവരെ കുറ്റം പറയാനൊക്കത്തില്ലല്ലോ. അവരിപ്പോൾ നരേന്ദ്രമോദിയെ ചീത്ത പറയുന്നതിന് വേണ്ടി ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാവും. അവരുടെ ഒരു അവരുടെ കാര്യമൊന്നും പറയണ്ട മാഷെ. ആ ഇന്ത്യ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ തുറന്ന യുദ്ധം, പിന്നെ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി മൊത്തം എടുത്തോണ്ട് പോയി. പോസ്റ്റുകൾ മൂലം എത്ര പട്ടാളക്കാരെ കൊന്നു. യുദ്ധം ഓപ്പൺ യുദ്ധമാണ്, ലിമിറ്റഡ് വാർ അല്ലാതെ. ഒറ്റ മാധ്യമം അതിന്റെ ഇത് കാണിക്കുന്നുണ്ടോ? സ്ക്രോളിംഗ് പോലും കാണിക്കുന്നുണ്ടോ? ഇവരുടെ ഈ ന്യൂസ് സെൻസിനെ പറ്റി നമ്മൾ കൂടുതൽ പറയാതിരിക്കുക നല്ലത്. അതാണിപ്പം എന്തുകൊണ്ട് മോദി 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 എന്ന് വിളിച്ചില്ലേ? മോദി മോദി എന്ന് വിളിച്ചതിന്റെ കാര്യം, മോദി എന്ന് വിളിച്ചേ പറ്റൂ. അവര് ഉറക്കെ വിളിക്കും. കാരണം നമ്മുടെ കൂട്ടല്ലല്ലോ. അവർക്ക് നമ്മൾ പറയാം, ഈ ഇസ്രായേൽ നമ്മളിപ്പോഴാണല്ലോ, ഇപ്പൊ ഈ പ്രധാനമന്ത്രിയാണല്ലോ ഇസ്രായേൽ പോയി. ഇവിടുന്ന് ഒരുത്തരും പോയിട്ട് നന്ദികേടായിട്ട് കാണിച്ചിട്ടുള്ളത്. ഇസ്രായേൽ എന്ന് പറയുന്ന ആ മഹാരാജ്യം അന്ന് അവരെ ചിതറിച്ച സമയത്ത് കുറച്ച് ജൂതന്മാരെ ഇവിടെ അന്ന് നമ്മുടെ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ളവർ സംരക്ഷിച്ചു. അതിന്റെ നന്ദി ഇപ്പോഴും അവർ കാണിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ആ നന്ദിക്ക് ഒരു പകരം ചോദിച്ചതും പകരം കൊടുത്തതും, അല്ലെങ്കിൽ അതേ അർത്ഥത്തിൽ അതേ അളവിൽ ആ രാജ്യം നമുക്ക് ചെയ്ത ഉപകാര സ്മരണയായിട്ട് തിരിച്ച് ആ രാജ്യത്തിന് ഉപകാരം ചെയ്ത് ഇന്ത്യയുടെ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി വന്നതിന് ശേഷം. അല്ല, ഇന്ത്യയെ എന്നേക്കും സുരക്ഷിതമാക്കാൻ വേണ്ടി ഇസ്രായേൽ ബുദ്ധിപൂർവം ഒരു ഐഡിയ പറഞ്ഞു. പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന ഇസ്ലാം ബോംബ് വളരെ ചർച്ചയായ വിഷയമാണ്. അത് നശിപ്പിക്കാൻ നിങ്ങളുടെ രാജ്യത്ത് നിന്ന് കുറച്ച് ഗ്യാസോലിൻ, വിമാനത്തിന്റെ ഇന്ധനം ഞങ്ങൾക്ക് ലാൻഡ് ചെയ്തിട്ട് പറന്നു പോകാൻ ഒരു അവസരം ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അന്ന് തൊട്ടേ ആ രാജ്യം നമ്മുടെ കൂടെ, നമ്മുടെ ഒപ്പം ഉണ്ട്. കാരണം പാകിസ്ഥാന്റെ ഈ ബോംബ് ഇരുന്നാൽ അവർക്കും ഭീഷണിയാണെന്ന് അവർക്കറിയാം. അങ്ങനെ സഹായിക്കാൻ ശ്രമിച്ച ഒരു രാജ്യത്തോടാണ്. അവിടെയാണ്
അവിടെ നിന്നുള്ള ഒരു പ്രധാനമന്ത്രിയെയാണ് ആനയിച്ചു കൊണ്ടുപോയി തൊട്ടുരുമ്പിക്കൊണ്ട് ആ ബന്ധുക്കൾ വരുമ്പോൾ കാണുന്ന സന്തോഷത്തോടു കൂടി നെസറ്റ് എന്ന് പറയുന്ന അവരുടെ പാർലമെൻറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ സാറ ഒരു വശത്തുണ്ട്, ബെഞ്ചമിൻ നെതന്യാഹു ഒരു വശത്തുണ്ട്, അതിൻ്റെ നെസറ്റിൻ്റെ സ്പീക്കർ തൊട്ടുരുമ്മിക്കൊണ്ടാണ് നടക്കുന്നത്. അവർ നടന്ന് അങ്ങോട്ട് ചെന്ന് ഒരാൾ നമസ്തേ എന്നും പറഞ്ഞ് അവർ നമ്മുടെ ഭാഷയിൽ സംസ്കൃതത്തിൽ അവർ നമ്മളെ പാർലമെൻറ്റിൽ നെസറ്റിലെത്തിയ നരേന്ദ്രമോദിയോ ഷാലോം എന്നുള്ള അവരുടെ വാക്കിലും കാര്യങ്ങൾ പറയുന്നു. നമ്മളെ സംസ്കാരങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ഒക്കെയുള്ള സുദീർഘമായിട്ടുള്ള ഒരു പ്രഭാഷണം ഒരിക്കൽ പോലും തപ്പിത്തടയാതെ ഒരു പേപ്പർ പോലും നോക്കാതെ നരേന്ദ്രമോദി സംസാരിക്കുന്നു. നല്ല ആർക്കും മനസ്സിലാവുന്ന ഇംഗ്ലീഷിൽ. അതീ പറയുന്ന പോലെ ഫ്ലവറി ലാംഗ്വേജ് ആയിരിക്കത്തില്ല, കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് ആയിരിക്കത്തില്ല, ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ആയിരിക്കത്തില്ല, പക്ഷെ ഒരു ഗ്രാമർ മിസ്റ്റേക്കും ഇല്ലാതെ ഇന്ത്യൻ രീതിയിലുള്ള ഇംഗ്ലീഷ് തന്നെയായിരുന്നു, ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ്. പക്ഷേ അവർക്കത് മനസ്സിലായി, അവരത് ഉൾക്കൊണ്ടു. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു ധൈര്യം കാണിച്ചൊരു കാര്യം കൂടെ, നിങ്ങൾ സമാധാനത്തിൻ്റെ പാത വേണം, സമാധാനത്തിൻ്റെ പാതയ്ക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭ പറയുന്ന ഒരു കാര്യമുണ്ട്. ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത് ഇസ്രായേലിനെ തള്ളി പലതവണ പറഞ്ഞ് ഇസ്രായേലിനെ അവരെയും തള്ളി നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ കാര്യം കൂടി അവിടെ പറയാനുള്ള ചങ്കൂറ്റം അത് നമ്മുടെ പ്രധാനമന്ത്രിക്കേ ഉള്ളൂ. അവരുടെ സൂചിപ്പിക്കാനല്ല സംസാരിച്ചത്. അതാണ് ഇരു രാഷ്ട്രങ്ങൾ, രണ്ടു രാഷ്ട്രം, ദുരാഷ്ട്ര സിദ്ധാന്തം അതാണ് നടപ്പാക്കേണ്ടത്. കൂടെ തന്നെ പറഞ്ഞു ഹമാസിന് അന്ന് ഒക്ടോബർ 7 കാണിച്ചത് ഞങ്ങൾ മറക്കില്ല. അതുപോലെ നിങ്ങളെ വേദനിപ്പിച്ചതുപോലെ ഞങ്ങളെയും വേദനിപ്പിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ അവിടെ നിന്ന് വരുന്ന പാവപ്പെട്ട കെയറർമാർ ഇവിടെയുണ്ട്, നൈപുണ്യം നേടിയ നഴ്സുമാർ ഇവരുണ്ട്. നിങ്ങളുടെ സന്താനങ്ങളെ പോലെ, നിങ്ങളുടെ പൗരന്മാരെ പോലെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതിൻ്റെ നന്ദി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കും അത് വേദന തന്നെയാണ്. ഇവർ രണ്ടുപേരും ഭരിക്കുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് വെസ്റ്റ് ബാങ്കിനെയും ഹമാസിനെയും ഞങ്ങൾ രണ്ടായിട്ടാണ് കാണുന്നത്. അതായത് പലസ്തീൻ ലിബറേഷൻ അതോറിറ്റി ഭരിക്കുന്ന വെസ്റ്റ് ബാങ്ക് ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നു, പക്ഷേ ഹമാസിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യവും വ്യക്തമായിട്ട് യാതൊരു വിധമായിട്ടുള്ള അവ്യക്തതയുമില്ലാതെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എത്ര തവണയാണ് ഇതിന് പാർലമെൻറ്റ് അംഗങ്ങൾ എണീറ്റ് ചെയ്തത്? എന്തിനെണീറ്റ് ചെയ്തത്? ഇറങ്ങിപ്പോകാനല്ല, കൈയടിക്കാൻ. കരഘോഷം നീണ്ടുപോയാൽ ഇദ്ദേഹത്തിന് പ്രസംഗിക്കാൻ പറ്റുകയില്ലെന്ന് മനസ്സിലാക്കിയാണ് അവരിരുന്നത്. എന്തൊരു സ്നേഹമാണ് ആ രാജ്യത്തിന്റെ ഇതുപോലൊരു അടുപ്പം. നമ്മൾ ഈ ട്രംപ് എന്ന് പറയുന്നത് വെറും അഭിനയം മാത്രമായിരുന്നത്. ഇവിടെ ആത്മാർത്ഥമായ സ്നേഹം. അവർ കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്കും പകരം നമ്മൾ കൊടുത്തിട്ടില്ല. കറക്റ്റ്. റഷ്യയാണെങ്കിൽ ഇന്ത്യയെ വിമർശിച്ച ഒരൊറ്റ വാക്ക് UN-ലോ എവിടെയും പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. ആൾ ബെറ്റർ ഫ്രണ്ടാണ്. ഓഫ് കോഴ്സ് അവർക്ക് ചൈനയുമായിട്ട് ബന്ധമുണ്ട്, കാരണം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം പണ്ടത്തെ ഒരു ബന്ധമുണ്ട്. പാകിസ്ഥാനുമായിട്ടും അവർക്ക് ബന്ധം വേണ്ടി വരുന്നുണ്ട്. വിശ്വസിക്കുന്ന ഇന്ത്യയാണ്. പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ജന്മത്ത് ചൈനയിൽ പോവില്ല, ജന്മത്ത് പാകിസ്ഥാനിൽ പോവില്ല. ശരിക്കും പറയാൻ നമ്മുടെ ആൾ വെതർ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇസ്രായേലാണ്. ഇവിടുത്തെ പ്രിയങ്ക ഗാന്ധിക്കും മറ്റേത് അവിടെ പോയിട്ട് ഹമാസിനെ പറ്റി പറഞ്ഞു കൊടുക്കുക, അവരെ പഠിപ്പിക്കുക. അവിടെ പാർലമെൻറ്റിലെ തുണിയഴിക്കൽ പരിപാടിക്ക് നേതൃത്വം കൊടുക്കാനിരുന്ന പ്രിയങ്ക ഗാന്ധി, നമ്മുടെ നരേന്ദ്രമോദിയുടെ ആ പ്രസംഗം രാഹുൽ ഗാന്ധി കേൾക്കണം. ചായക്കടക്കാരൻ്റെ മോനാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൽ അടങ്ങിയിരിക്കുന്ന ലോകവിജ്ഞാനം, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചുള്ള വിജ്ഞാനം, ഇതൊന്നും ഇതൊക്കെ ഒരു പേപ്പറും ഒരു സെക്രട്ടറി എഴുതി കൊടുത്ത സ്പീച്ച് എടുത്ത് പറയുകയല്ല. അത്ഭുതപ്പെടുത്തുന്ന ഒരു മനുഷ്യനാണ്, മിറക്കിളാണ്. വലിയൊരു സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നവർ ഈ മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂ പോലൊന്നും അല്ല, ഇത് പഠിച്ച് പറയുകയാണ്. ഒരു സെക്രട്ടറിയുടെയും സഹായമില്ലാതെ, ഒരു പേപ്പറൊന്നും നോക്കുന്നില്ല, നേരെ നോക്കിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നല്ല ഒന്നാം തരം. ഇത് ഒരു പാഠമാവേണ്ടതാണ് രാഹുൽ ഗാന്ധിക്ക്. മോദി എന്ന മഹാത്ഭുതം, എന്തായാലും ഇസ്രായേലിൽ കണ്ടത് മോദി എന്ന മഹാത്ഭുതം തന്നെയാണ്. ഇസ്രായേലിൽ നിന്ന് മാത്രമല്ല, ലോക രാജ്യങ്ങളിൽ മുഴുവൻ മോദി അവിടെ എത്തുമ്പോൾ അവർക്കൊക്കെ മോദിയെ വല്ലാതെ അങ്ങ് ചേർത്ത് നിർത്തുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട്. അതായത് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സവിശേഷമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് കരാർ. ഈ സവിശേഷം എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് കേട്ടോ മാഷ്. ഈ ഡിപ്ലോമാറ്റിക് മേഖലയിൽ വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ഒരു പക്ഷേ അറിയാത്ത അറിയാൻ പറ്റാത്ത പല ഡീലുകളും ഉണ്ട്. ഈ പറയുന്ന നമുക്കത് അറിയാൻ പറ്റില്ല. കാരണം അറിഞ്ഞാൽ കുഴപ്പമാണ്. ലോകരാഷ്ട്രങ്ങൾ അറിയും. അതറിഞ്ഞു കഴിഞ്ഞ് ഇവിടുന്ന് പാര വെക്കാൻ ആൾക്കാർ ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതറിയാതിരിക്കാൻ വേണ്ടി ഏറ്റവും സവിശേഷമായ ഒരു കരാറിലാണ്. അതുപോലെ ട്രേഡ് എഗ്രിമെൻ്റ് ഉടനെ ഉണ്ടാവും. വന്നു കഴിഞ്ഞാൽ വലിയ നേട്ടമായിരിക്കും നമുക്ക്. നമ്മുടെ പല പ്രോഡക്റ്റുകൾക്കും അവർക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളാണ്. അവർ പറഞ്ഞല്ലോ, സാറ അവർ തമ്മിൽ ഡേറ്റിങ്ങിന് പോയപ്പോൾ സാറ വളരെ സുന്ദരിയായ ഒരു സ്ത്രീയാണ്.
ബെഞ്ചമിൻ നെതന്യാഹു ഡേറ്റിങ്ങിന് പോയപ്പോൾ ആ ഇന്ത്യൻ ഹോട്ടലിലാണ് ആദ്യം പോയത്, ഇസ്രായേലിൽ. അവിടുത്തെ ഭക്ഷണം സാറായിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഡേറ്റിംഗ് വിജയിച്ച് കല്യാണത്തിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭക്ഷണം അതിനൊരു കാരണമായെന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ചു. ഒരു രാഷ്ട്രനേതാവിന് പറയേണ്ട കാര്യമല്ല. അതുപോലും ആ സാറയാണ് കൈപിടിച്ച് നരേന്ദ്രമോദിയെ സ്വീകരിച്ചുകൊണ്ട് പോയതെന്നും. പിന്നെ അദ്ദേഹത്തിന് അവരുടെ അവാർഡ് കൊടുത്തു. അവരുടെ പരമോന്നത ബഹുമതിയാണ് സ്പീക്കർ ഓഫ് ദി നെസറ്റ് മെഡൽ എന്നാണ് അതിൻ്റെ പേര്. അതും അദ്ദേഹത്തിന് കൊടുത്ത് ആദരിച്ച്. എന്നും നമ്മൾ നന്ദിയോടെ ഓർക്കേണ്ട ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ എന്നുള്ള സംശയമില്ല. നമ്മുടെ സങ്കുചിത താല്പര്യങ്ങളും ഈ പ്രീണന രാഷ്ട്രീയവും അതിനെ കലക്കാതിരിക്കുക, അത് രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കാതിരിക്കുകയാണ് നമ്മൾ നല്ലത്. നമ്മൾ വെസ്റ്റ് ബാങ്കിനെ അംഗീകരിക്കുന്നു, അതും അംഗീകരിച്ചാൽ മതി. മുസ്ലിങ്ങളെ നമ്മൾ അങ്ങനെ അംഗീകരിക്കും. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് പശ്ചിമാഫ്രിക്കയിലെ അറബ് വംശജരുള്ള രാഷ്ട്രങ്ങളും സൈപ്രസും അതുപോലെ ഗ്രീസും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു കൂട്ടുകെട്ട്, ഇസ്രായേൽ അത് ഇന്ത്യ കൂടാതെ ഈ രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടുകെട്ട് ഉണ്ടാവാൻ പോവുക. മുസ്ലിങ്ങളുണ്ട്, എബ്രാഹാമിക് മതങ്ങളുണ്ട്, ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുള്ള ഒരു കൂട്ടുകെട്ട് വരാൻ പോവുക. അത് ഈ സൗദി അറേബ്യയും തുർക്കിയെയും പാകിസ്ഥാനും കൂടെ ചേർന്നുണ്ടാക്കുന്ന അതുണ്ടല്ലോ നാറ്റോ, ഇസ്ലാമിക് നാറ്റോ, അതിനെ പ്രതിരോധിപ്പിക്കാൻ ഇത് മതി, അതിനെ തകർക്കാൻ ഇത് മതി. അത്ര ശക്തമായൊരു കൂട്ടുകെട്ട്. അവിടെ മതവിവേചനമില്ലതാനും. മറ്റേത് മതം മാത്രമാണ്, ഇസ്ലാമിക് നെറ്റോ ആണ്. ഇവിടെ അതില്ല. എന്തായാലും ഇസ്രായേലിലത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് എൻ്റെ സഹോദരനാണ്, എൻ്റെ സ്വന്തം സഹോദരനാണ് എന്നാണ് മോദിയെ വിശേഷിപ്പിച്ചത്. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലെ മറ്റൊരു പ്രധാനമന്ത്രിമാർക്കും കിട്ടാത്ത രീതിയിലുള്ള സ്വീകരണമാണ് നരേന്ദ്രമോദിക്ക് ലോകത്തെവിടെ പോയാലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വിമർശിക്കുന്നവർ വിമർശിക്കുക. നരേന്ദ്രമോദിയും ഇന്ത്യയും വിമർശനത്തിനൊപ്പം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യം എന്ന് ഈ വിമർശിക്കുന്നവർ മനസ്സിലാക്കുമോ അന്ന് മാത്രമേ അവർക്കും അത് ബോധ്യമാകൂ. ട്രംപിന് വെറും ഫ്രണ്ട് മാത്രം, ഇദ്ദേഹത്തിന് രക്തബന്ധമാണ്. അതുകൊണ്ടാണ് സഹോദരൻ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത്.